ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽസ് വെൻ ഓൾ ദ ലിമിറ്റ്സ് ആർ കോൺസ്റ്റന്റ്സ്. എല്ലാ ലിമിറ്റും 1, 2, 3, 4 ലിമിറ്റും കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ എങ്ങനെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ 2 പ്രോബ്ലംസിലും അത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സബ്സെക്ഷൻ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽസ് വെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലിമിറ്റ്സ് ഇസ് എ വേരിയബിൾ. ഒരു ലിമിറ്റ് എങ്കിലും വേരിയബിൾ ആയാൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇന്റഗ്രൽ ഒരിക്കലും വേരിയബിൾ ലിമിറ്റ്സ് വരില്ല. നെവർ എവർ 100% ഷുവർ ആണ്, ഫസ്റ്റ് ഇന്റഗ്രലിൽ ഒരിക്കലും ഒരു കാരണവശാലും വേരിയബിൾ ലിമിറ്റ്സ് വരില്ല. സെക്കൻഡ് ഇന്റഗ്രലിൽ വേരിയബിൾ ലിമിറ്റ്സ് വന്നേക്കാം. അങ്ങനെ വന്നാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. താഴെ വേരിയബിള്, മുകളിൽ കോൺസ്റ്റന്റ്. താഴെ കോൺസ്റ്റന്റ്, മുകളിൽ വേരിയബിൾ, അല്ലെങ്കിൽ രണ്ടും വേരിയബിൾ. അങ്ങനെ ഒരു ലിമിറ്റ് എങ്കിലും വേരിയബിൾ ആണെങ്കിൽ 3 പോസിബിൾ ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ താഴെ വേരിയബിള്, മുകളിൽ കോൺസ്റ്റന്റ്, താഴെ കോൺസ്റ്റന്റ്, മുകളിൽ വേരിയബിൾ, അല്ലെങ്കിൽ രണ്ടും വേരിയബിൾ. ഇവിടെ നമുക്ക് രണ്ടും വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്. രണ്ടും വേരിയബിൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. വേരിയബിൾ y ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് y. ദ ലിമിറ്റ്സ് ആർ ഇൻ ടേംസ് ഓഫ് y/2 √y. എക്സും വൈയും കടന്നു വരില്ല. ഒന്നുകിൽ എക്സിന്റെ ടേംസിലായിരിക്കും, അല്ലെങ്കിൽ വൈയുടെ ടേംസിലായിരിക്കും. എക്സും വൈ ഒരിക്കലും കടന്നു വരില്ല. അപ്പോ ഇവിടെ നോക്കിക്കേ, y/2 √y ആണ് ലിമിറ്റ്സ്. ഇറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് y. അപ്പൊ അതുകൊണ്ട് തന്നെ y is equal to എഴുതരുത്, x is equal to എന്ന് നിങ്ങൾ കൊടുക്കണം. അപ്പൊ എക്സിന്റെ ലിമിറ്റ്സ് ആണ് y/2 √y. എക്സ് വേരീസ് ഫ്രം y/2 to √y. എക്സിന്റെ ലിമിറ്റ് ആയിക്കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി ഇത് വൈയുടെ ലിമിറ്റ് ആയിരിക്കണം. y വേരീസ് ഫ്രം 0 to 4. ഇവിടെ y കഴിഞ്ഞാണ് എക്സ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ എക്സ് കഴിഞ്ഞ് y എഴുതണം. ഓക്കെ, നിങ്ങൾ ഇത് ആദ്യം നോക്കുക. ഇത് വെച്ചിട്ട് വേണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ y കഴിഞ്ഞ് എക്സ് ആണ് വന്നത്. അപ്പൊ ഇവിടെ എക്സ് കഴിഞ്ഞ് y കൊടുക്കുക. സപ്പോസ് ഇത് dy/dx ആണ് ക്വസ്റ്റിന് തന്നിരുന്നതെങ്കിൽ പോലും ഇവിടെ y കഴിഞ്ഞ് എക്സ് വരുന്നത് കാരണം ഇവിടെ dx dy കൊടുത്ത് തന്നെ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ആദ്യം ഈ അകത്തുള്ള ഇന്റഗ്രല് നമുക്ക് ചെയ്തെടുക്കണം. ഈ 2 ഇന്റഗ്രലിന്റെ ഇടയ്ക്ക് കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഈ dx ഡിയുടെ ഇടയ്ക്ക് കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ടു. അകത്തുള്ളത് നമുക്ക് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ മാറ്റി ചെയ്യുക. ഓക്കെ, സൈഡിൽ ഒരു റഫ് കോളത്തിൽ മാറ്റി ചെയ്യുക. ഞാൻ ഒരു സെപ്പറേറ്റ് പേപ്പർ ചെയ്യുന്നു. Integral x is equal to y/2 to √y x plus y dx. ഇത് പ്ലസ് ആണ്. ഇന്റഗ്രൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x is equal to y/2 to √y x dx പ്ലസ് രണ്ടാമത്തത് ഇന്റഗ്രൽ x is equal to y/2 to √y y dx. Okay, so this is equal to dx indicates that x is a variable. അതുകൊണ്ട് x വേരിയബിൾ ആണ്, പുറത്തെടുത്ത് കളയരുത്. ഇന്റഗ്രൽ x എന്ന് പറയുന്നത് x²/2 ആണ്. ഞാനത് എഴുതി കാണിക്കാം എങ്ങനെ x²/2 ആയി എന്നുള്ളത്. ഇന്റഗ്രൽ x raised to n dx is equal to x raised to n plus 1 by n plus 1. പ്ലസ് സി നമ്മളിവിടെ ഇടുന്നില്ല, കാരണം ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ ആണല്ലോ. അതുകൊണ്ട് പ്ലസ് സി നമ്മളിവിടെ ഇടുന്നില്ല. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ എക്സ് ആണല്ലോ. എക്സിനെ x raised to 1 എന്ന് എഴുതാം. എക്സ് ഒരു തവണ x raised to 1 dx is equal to x raised to n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 plus 1 by 1 plus 1. That is equal to x²/2. അങ്ങനെ നമ്മൾ ഇന്റഗ്രൽ എക്സിനെ x²/2 എന്ന് എഴുതുന്നു. x²/2 within the limits y/2 to √y plus ഇവിടെ dx indicates that x is a variable. അപ്പോൾ ഓട്ടോമാറ്റിക്കലി y should be treated as a constant. x ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യണം. y കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് y പുറത്തേക്ക് കൊണ്ടുപോവുക. y into integral x is equal to y/2 to √y dx. That's equal to ഈ ഇന്റഗ്രൽ കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. x²/2 within the limits y/2 to √y plus y into integral dx. പിന്നെ x ആണല്ലോ. within the limits y/2 to √y. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. So this is equal to integration is done with respect to x. എക്സിനെ വേരിയബിൾ ആക്കി ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലിമിറ്റ് കൊടുക്കുമ്പോഴും എക്സിന് വേണം കൊടുക്കാൻ. ഓക്കെ, വലിയൊരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് എക്സിന് പകരം √y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
√y സ്ക്വയർ ബൈ 2. അങ്ങനെ അപ്പർ ലിമിറ്റ് ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് ഇട്ടു. മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം y/2. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് y/2 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ബൈ 2. എക്സിന് പകരമാണ് y/2 കൊടുക്കുന്നത്. സോ എക്സ് സ്ക്വയർ വിൽ ബി y/2 ഹോൾ സ്ക്വയർ. പിന്നെ ഒരു ബൈ 2 കൂടെ ഉണ്ട്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഒരു വലിയ ബ്രാക്കറ്റിലാക്കി പ്ലസ് y ഇൻറ്റു എക്സിന് പകരം √y. അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് പകരം √y മൈനസ് എക്സിന് പകരം y/2. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ കിടക്കട്ടെ. √y സ്ക്വയർ. √y സ്ക്വയർ എന്ന് പറയുന്നത് y തന്നെയാണ്. ബൈ 2 സ്ക്വയറില്ല, 2 അതുപോലെ തന്നെയാണ്. √y സ്ക്വയർ എങ്ങനെ y ആയി? വാട്ട് ഇസ് √4 സ്ക്വയർ? √4 സ്ക്വയർ എന്ന് പറയുന്നത് √4 ഇൻറ്റു √4. √4 മൾട്ടിപ്ലൈ 2 ടൈംസ്. √4 എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഇസ് 2 സ്ക്വയർ. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു √4 ഇൻറ്റു √4. 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4. 4 ഇസ് ഈക്വൽ ടു √4 ഇൻറ്റു √4. √4 ഇൻറ്റു √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അതുപോലെ തന്നെ √x ഇൻറ്റു √x എന്ന് പറയുന്നത് x തന്നെയായിരിക്കും. അതുപോലെ √y ഇൻറ്റു √y എന്ന് പറയുന്നത് y തന്നെയായിരിക്കും. അതായത് √y സ്ക്വയർ എന്ന് പറയുന്നത് y തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് √y സ്ക്വയറിനെ y എന്ന് എഴുതി. 2 അതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ y/2 എന്ന് കിട്ടി. മൈനസ് ഇത് y/2 സ്ക്വയർ y സ്ക്വയർ ബൈ 4. y/2 ബ്രാക്കറ്റിനാണ് സ്ക്വയർ. സോ yക്ക് സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. സോ y സ്ക്വയർ ബൈ 4 the whole divided by 2 plus y into √y ഞാൻ y raised to 1/2 എന്ന് എഴുതുന്നു. മൈനസ് y/2. So this is equal to y/2 മൈനസ് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. y സ്ക്വയർ ബൈ 4 the whole by 2 എന്ന് പറയുന്നത് y സ്ക്വയർ ബൈ 8 അല്ലെ? y സ്ക്വയർ ബൈ 4 the whole divided by 2 എന്നത് എഴുതി കാണിക്കാം. y സ്ക്വയർ ബൈ 4 the whole divided by 2. അതായത് y സ്ക്വയർ ബൈ 4 divided by 2. That is equal to y സ്ക്വയർ ബൈ 4. ഫ്രാക്ഷൻ ഡിവിഷൻ എങ്ങനെയാണ്? ഡിവിഷൻ മാറി ഇൻറ്റു ആകും. എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ തലകുത്തിനെ ഇടും എന്ന് നമ്മൾ പറയാറുണ്ട്. റെസിപ്രോക്കൽ ഇത് 2/1 ആണ്. സോ നമ്മൾ 1/2 ചെയ്തു. ദാറ്റ് ഇസ് ആക്ച്വലി y സ്ക്വയർ ബൈ 8 ആണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ y സ്ക്വയർ ബൈ 8 എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. പ്ലസ് ഇവിടെ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. y ഇൻറ്റു y റേസ് ടു ഹാഫ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. y ഇൻറ്റു y/2. ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തൊന്നുമില്ല. ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തൊരു y ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് വന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു y/2 മൈനസ് y സ്ക്വയർ ബൈ 8 പ്ലസ് y റേസ് ടു y റേസ് ടു 1 എന്ന് എഴുതും. y റിട്ടൺ വൺസ് y റേസ് ടു 1 എന്ന് എഴുതാം. y റേസ് ടു 1/2 മൈനസ് അഗെയിൻ y into y ആണ്. y repeated 2 times. 2 times multiply ചെയ്യുന്നത് y square ആണ്. y into y is y square by 2. So this is equal to y/2 minus y square by 8 plus നമ്മൾ നേരത്തെ കണ്ടതാണ് x raised to m into x raised to n is equal to x raised to m plus n. അതുപോലെ തന്നെയാണ് y raised to m into y raised to n is equal to y raised to m plus n. അതായത് ഇവിടെ നമുക്ക് y raised to 1 into y raised to half ആണ്. y raised to 1 into y raised to half എന്ന് പറയുന്നത് y raised to 1 plus half. 1 plus half 3/2 ആണ്. അതും പലർക്കും അറിയാൻ വയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ കാൽക്കുലേറ്റർ അടിക്കുക. 1 plus half y raised to 3/2. 1 plus half 3/2 ആണ്. സോ y raised to 3/2 എന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ y raised to 3/2 എന്ന് എഴുതി. മൈനസ് y സ്ക്വയർ ബൈ 2. അങ്ങനെ ഉള്ളിലുള്ള ഇന്റഗ്രൽ നമ്മൾ ആ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
So this becomes integral y varies from 0 to 4 y by 2 minus y square by 8 plus y raised to 3 by 2 minus y square by 2. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് മൈനസ് ഒക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് integral y varies from 0 to 4 y by 2 dy, first piece, then minus integral y varies from 0 to 4, the y square by 8 ആണ്, so y square by 8 dy, അടുത്തത് പ്ലസ് ആണ്, പ്ലസ് integral y varies from 0 to 4 y raised to 3 by 2 dy, അത് അടുത്തത് മൈനസ് ആണ്, മൈനസ് integral y varies from 0 to 4 y square by 2 dy. Okay, so this is equal to constants ഒക്കെ എടുത്ത് പുറത്തിടുക. y ആണ് വേരിയബിൾ, കാരണം dy indicates that y is a variable. y terms ഒന്നും പുറത്താക്കരുത്, കോൺസ്റ്റൻസ് മാത്രം പുറത്താക്കുക. 1 by 2 into integral y varies from 0 to 4 y dy minus 1 by 8 into integral y varies from 0 to 4 y square dy. ഇവിടെ ഒന്നും പുറത്താക്കാനില്ല, അതുപോലെ ഇടുക. y varies from 0 to 4 y raised to 3 by 2 dy minus 1 by 2 into integral 0 to 4 y varies from 0 to 4 y square dy. കോൺസ്റ്റൻസിനൊക്കെ നമ്മൾ പുറത്തിട്ടു. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 ഇന്റഗ്രൽ y. ഇന്റഗ്രൽ y എന്ന് പറയുന്നത് y സ്ക്വയർ ബൈ 2 ആണ്. ഇന്റഗ്രൽ y നമ്മൾ കണ്ടതാണ്, y സ്ക്വയർ ബൈ 2 ആണ്. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഇന്റഗ്രൽ y റേസ് ടു n എന്ന് പറയുന്നത് y റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. പ്ലസ് സി ഇടണ്ട, കാരണം ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ ആണ്. ലിമിറ്റ് ഇല്ലെങ്കിൽ പ്ലസ് സി ഇടണം. അപ്പൊ ഇന്റഗ്രൽ y എന്ന് പറയുന്നത് y റേസ് ടു 1 ആണ്. y റിട്ടൺ വൺസ്, y റേസ് ടു 1 dy എന്ന് പറയുന്നത് y റേസ് ടു n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, സോ വിച്ച് ഇസ് ഈക്വൽ ടു y സ്ക്വയർ ബൈ 2. ഇതിനെ നമുക്ക് y സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. y സ്ക്വയർ ബൈ 2 within the limits 0 to 4. അത് കഴിഞ്ഞ് മൈനസ് 1 by 8 into അടുത്ത ഇന്റഗ്രൽ y സ്ക്വയർ ആണ്. ഇന്റഗ്രൽ y സ്ക്വയർ എന്ത് വരും നോക്കാം. ഇന്റഗ്രൽ y സ്ക്വയർ dy. ഇവിടെ n-ന്റെ സ്ഥാനത്ത് നമുക്ക് 2 ആണുള്ളത്, n-ന്റെ സ്ഥാനത്ത് 2 ആണുള്ളത്. സോ y റേസ് ടു n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, 2 പ്ലസ് 1 ബൈ n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, 2 പ്ലസ് 1. So that is equal to y cube by 3. So this integral is y cube by 3 within the limit 0 to 4 plus അടുത്തത് ഇന്റഗ്രൽ y raised to 3 by 2 ആണ്. n-ന് 3 by 2 കൊടുക്കുക, ഇന്റഗ്രൽ y raised to 3 by 2 dy. n-ന് 3 by 2 കൊടുക്കുമ്പോൾ y raised to 3 by 2 plus 1 by 3 by 2 plus 1. That is equal to y raised to 3 by 2 plus 1 5 by 2 ആണ്. അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിക്കുക, ഫ്രാക്ഷൻ അഡിഷൻ ആണ്, കാൽക്കുലേറ്റർ അടിച്ച് ചെയ്യുക. ബൈ 3 by 2 plus 1 എന്ന് പറയുന്നത് 5 by 2 ആണ്. That is equal to y raised to 5 by 2 divided by 5 by 2 ആണ്. That is equal to y raised to 5 by 2 ഡിവിഷൻ മാറി ഇൻറ്റു ആകും. ഫ്രാക്ഷൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 2 by 5 തലകുത്തനെ ഇടണം, 5 താഴെയും 2 മുകളിൽ. This is equal to 2 by 5 y raised to 5 by 2. So നമുക്ക് ആ ഇന്റഗ്രലും കിട്ടി. 2 by 5 y raised to 5 by 2 within the limits 0 to 4. പിന്നെ മൈനസ് 1 by 2 ഇന്റഗ്രൽ y സ്ക്വയർ y ക്യൂബ് ബൈ 3 എന്ന് കണ്ടതാണ്. സോ y ക്യൂബ് ബൈ 3 തന്നെ എഴുതുക. y ക്യൂബ് ബൈ 3 within the limits 0 to 4. So this is equal to half into upper limit. Upper limit yക്ക് 4 കൊടുക്കണം. yക്ക് 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ 16 by 2 8. അപ്പർ ലിമിറ്റ് 8 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് yക്ക് 0 കൊടുക്കണം. അപ്പോൾ അത് 0 തന്നെയാണ്. അത് കഴിഞ്ഞു. മൈനസ് 1 by 8 yക്ക്, എന്തുകൊണ്ട് yക്ക് കൊടുക്കുന്നു? കാരണം ഇന്റഗ്രേഷൻ ഇസ് ഡൺ വിത്ത് റെസ്പെക്ട് ടു y. ഇന്റഗ്രൽ dy ആണ്. സോ yക്ക് വേണം ലിമിറ്റ് കൊടുക്കാൻ. അപ്പോൾ yക്ക് അപ്പർ ലിമിറ്റായ 4 കൊടുക്കുക. അപ്പർ ലിമിറ്റ് 4 കൊടുക്കുമ്പോൾ
4 ക്യൂബ് 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64 ആണ് 64/3 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അത് 0 ആണ്. അടുത്തത് പ്ലസ് 2/5 വൈക്ക് അപ്പർ ലിമിറ്റ് ആയ 4 കൊടുക്കുക 4^5/2 എന്താണ് നമുക്ക് നോക്കാം. മൈനസ് ലോവർ ലിമിറ്റ് 2/5 വൈക്ക് 0 കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് 0 ആയിപ്പോ. ലോവർ ലിമിറ്റ് 0, അവിടെ സംശയമൊന്നുമില്ല. മൈനസ് 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് വൈക്ക് 4 കൊടുക്കുമ്പോൾ 4 ക്യൂബ് 64/3 മൈനസ് 0. നമുക്ക് ശരിക്കും കിട്ടുന്നത് ഇതാണ്. 1/2 ഇൻറ്റു 8 4 മൈനസ് 1/8 ഇൻറ്റു 64/3 plus 2/5 into 4^5/2 minus 1/2 into 64/3. Okay, that is equal to 4 minus the product ആണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റു ആണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 8 into 8 ആണ് 64 എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയുക 2നെയും 64നെയും കട്ട് ചെയ്ത് 32 എന്ന് എഴുതാം. ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. 4 മൈനസ് 8/3 പ്ലസ് 2/5 ഇൻറ്റു 4^5/2 എന്ന് അറിയണ്ടേ, അത് പ്രത്യേകം ഞാൻ ചെയ്ത് കാണിക്കാം. 4^5/2 4^5/2 എന്ന് പറയുന്നത് നമുക്ക് 4^12 whole^5 എന്ന് എഴുതാം. അറിയാം x^m the whole raised to n is equal to x^m into n നമുക്കറിയാം. ആ റിസൾട്ട് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. 4^5/2നെ 4^1/2 the whole raised to 5 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5/2 കിട്ടിക്കോളും. സോ ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. 4^12 എന്ന് പറയുന്നത് √4 ആണ്. √4 the whole raised to 5. √4 എന്ന് പറയുന്നത് 2 ആണ്. 4ന്റെ റൂട്ട് 2 അല്ലേ? 2യുടെ സ്ക്വയർ അല്ലേ 4? 4ന്റെ റൂട്ട് 2 ആണ്. 2^5 2 into 2 into 2 into 2 into 2 2 multiplied 5 times അതായത് 32 32 കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്ന് പറയുന്നത് 4^5/2 എന്ന് പറയുന്നത് 32 ആണ്. മൈനസ് ബാക്കിയുള്ളത് 32/3 ആണുള്ളത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4. ഇത് രണ്ടും നമുക്ക് ക്ലബ് ചെയ്യാം കാരണം സെയിം ഡിനോമിനേറ്റർ ആണ്. 3 സെയിം ഡിനോമിനേറ്റർ ആണ്. -8 -32 ആണ്. മൈനസ് 40/3 ക്ലബ് ചെയ്യാം. പ്ലസ് ഇത് പിന്നെ സെപ്പറേറ്റ് ആണ്. ഡിനോമിനേറ്റർ 5 സെപ്പറേറ്റ് ചെയ്യണം. 32 into 2 എന്ന് പറയുന്നത് 64 ആണ് /5. ഓക്കെ, ഇത് നിങ്ങളൊരു കാര്യം ചെയ്യുക, കാൽക്കുലേറ്റർ അടിക്കുക, ആൻസർ കാണുക. സോ ദിസ് ഇസ് ഹൗ യു ഡു ദ പ്രോബ്ലം. ഇത് ഇച്ചിരി ലെങ്തി ആണ്. യു വിൽ ഗെറ്റ് ദി ആൻസർ. കുറച്ച് പേഷ്യൻസ് വേണം, യു വിൽ ഗെറ്റ് ദി ആൻസർ.